ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തമൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരിടത്തേക്ക് പോകുന്നുള്ളത് എവിടെയെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ റൂമിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഓൾ സ്റ്റേ ആക്കുന്നുള്ളത് മംസാറിൽ, ദുബായ് ദേരാൽ. അപ്പോൾ ഞാൻ മുമ്പത്തെ വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ ഫിഷ് മാർക്കറ്റുണ്ട്, അതിൻ്റെ കുറച്ച് തൊട്ടടുത്തുള്ള ഇടയാണ് നമ്മൾ സ്റ്റേ ആക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അടുത്ത വിശേഷങ്ങൾ കാണാം. ബട്ട് ഒരു വലിയ മിസ്റ്റേക്ക് എന്താ പറയുക ഞാൻ ചെയ്തത്, ഞാൻ അവിടെ എത്തി പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടേയില്ല. ഓളെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് എന്തെന്നറിയില്ല, ഓളെ റൂമിലേക്ക് എത്തിയിട്ട് അവിടെ എൻട്രൻസിൻ്റെ എന്ത് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് മറന്നുപോയി എടുക്കാൻ തന്നെ. അതാണ് ഈ വീഡിയോയിലത്തെ വലിയ ഫ്ലോപ്പായിട്ട് കാണുന്നുള്ളത്. ഞാൻ പിന്നെ പോകുന്ന വേയിൽ കുറേ ഫ്ലൈറ്റ്സ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കാനായിരുന്നു. പക്ഷേ എൻ്റെ മോള് സമ്മതിച്ചിട്ടാണ് വീഡിയോ എടുക്കലിട്ട് ഇതാക്കിയതുകൊണ്ട് എടുത്തത്. ഇത് നല്ല യൂജായിട്ടുള്ള വലിയ ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്. അങ്ങനെ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് രാത്രി ഒരു പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ജിജു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ റിട്ടേൺ വന്നത്. അപ്പോൾ ഇല്ലേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു പ്ലേസിൽ പോയിട്ടുണ്ടായി, ദുബായ് ഐലാൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോകുന്നതും അങ്ങനെ നമ്മൾ പോകുമ്പോഴേക്ക് മാത്രമേ വീഡിയോ എടുത്ത്. ആടുന്നോള് ഈവനിങ്ങോളം റൂമിൽ നിന്ന് സ്നാക്സും ടീയും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് നമ്മൾ കുറച്ച് പിസം പറയുന്നുണ്ടായിരുന്നു, അതൊന്നും എടുത്തിട്ടാണ് അവിടെ പോയിട്ട് കഥ പറഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഒരു 4-5 hours കഥ പറഞ്ഞിട്ടും ഇതായിട്ടാകുമ്പോൾ തന്നെ പിന്നെ ജീജു വന്ന് അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിട്ടുള്ള ബിസ്മി സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്ത് നമുക്കറിയില്ല ശരിക്കും. ഇത് അവിടെ പോയിട്ട് കുറച്ച് പർച്ചേസ് ആക്കി. പിന്നെ പിള്ളേരെ കൊണ്ടുപോയിട്ടാ ബിസ്മിൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുപോയിട്ടാ അവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഒരു രണ്ടാൾ അവിടെ പുറത്ത് കളിച്ച്, ഞങ്ങൾ രണ്ടാൾ പോയിട്ട് ബിസ്മി ഹോൾസെയിലാവും. ഓക്കെ, അപ്പോൾ അവിടെ ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ വിചാരിച്ചു. പിന്നെ ലേറ്റായി പിന്നെ നമ്മൾ പോയിട്ട് കുറച്ച് പർച്ചേസ് ആക്കി, പൊരക്കുള്ളതും പിന്നെ അവിടെ പോകുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം ആയിട്ട് അങ്ങനെ പർച്ചേസ് എല്ലാം കഴിയുമ്പോഴൊക്കെ മെല്ലെ പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ ഓർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഓറ് അതിൻ്റെ ഉള്ളിൽ കയറിയെങ്കിൽ എല്ലാം വേണ്ടി വരും. അങ്ങനെ മോറെ പ്ലേ ഏരിയയിൽ ഇട്ടിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് എടുത്ത്. അപ്പോൾ ഈ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ഫോർ ദാറ്റ്. സോ ഇത് അത്ര വലിയ നമ്മൾ വേറെല്ലാം കാണുന്നില്ല, അത്ര വലിയ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ഒന്നുമല്ല. എന്നെങ്കിലും എല്ലാ പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഹോൾസെയിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അറേഞ്ച്മെൻറ്റ്സിലാണ് ഉറപ്പിച്ചിട്ടുണ്ടായത്. ബട്ട് നല്ല വർത്ത് റേറ്റിന് എല്ലാ ഐറ്റംസ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടില്ല അവിടെ എല്ലാം ഉണ്ടാകുന്നത് എങ്ങനെ പറഞ്ഞാൽ വലിയ വലിയ പാക്കറ്റ്സ്, ഇങ്ങനെ 5 kg 10 kg അങ്ങനെ. പിന്നെ ഹോൾസെയിലല്ല അതുകൊണ്ടായിരിക്കാമെന്തോ. അങ്ങനെ നമ്മൾ കുറേ ചട്ടിയും പിന്നെ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഇതെന്തോ ഒരു നല്ല കളറും ഉള്ളിലത്തെ ഗ്രാനൈറ്റായിട്ട് അങ്ങനെ എല്ലാം ഞാനുകൊണ്ട് നോക്കിയത്. പിന്നെ കുറേ ക്രീംസ് അത് ഇതല്ലോ. പിന്നെ ഓളെന്തോ ഒരു ഫേസ് വാഷ് കാണിക്കുന്നുണ്ടായിന്. അങ്ങനെ ഓളൊരു ഫേസ് വാഷ് എടുത്ത് അതിൽ അങ്ങനെ എല്ലായിട്ട് ഒരു കുട്ടി ഷോപ്പിംഗ് ഒന്ന് നടത്തിയിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിൽ പോകാൻ വിചാരിച്ചത്. മാറിയതല്ല, ടൈം ഇല്ലാത്തതുകൊണ്ട് ആടന്നെ ഒരു 9:39 ആ ഒരു ടൈമായി. അതുകൊണ്ട് പിന്നെ നമ്മൾ പോയിട്ട് കുറേ ലേറ്റാവും. പിന്നെ നാളെ ജിജുക്ക് പിന്നെയും ഡ്യൂട്ടിയിൽ പോകാനുണ്ട്. അങ്ങനെ എല്ലാമ്പോൾ കയ്യല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കി ആടനെ അടുത്തുള്ള ദുബായ് ഐലാൻഡ്സിൽ പോയിട്ട് വന്നത്. ആ പ്ലേ ഏരിയ ഇത് നമ്മളെ നാട്ടിലും എന്തെങ്കിലും ഒന്നും വേണ്ടിയത് തന്നെയെന്ന് തോന്നുന്നു. എന്തെങ്കിലും പിള്ളേർക്ക് ഉള്ളിൽ വന്നിട്ട് ഷോപ്പിംഗ് ആക്കുമ്പോഴേക്കും അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാത്തിനുമായിട്ടും ഉറപ്പിനെ ഉള്ളിൽ കൂട്ടേണ്ടിയും വേണ്ടാലോ. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ നാട്ടിൽ നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക്. അങ്ങനെ മോളും കളിക്കുന്നുണ്ട്, പിന്നെ ദീദിൻ്റെ മോനും കളിക്കുന്നുണ്ട്. ഓറിങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തോ. പയ്യെ കളിച്ചിട്ടെല്ലാമായിട്ട് നമ്മൾ ബില്ലെല്ലാം ആയിട്ട് വരുമ്പോഴൊക്കെ ഉണ്ട് 2 ഉള്ളിൽ കയറിയിട്ട് വരുന്നുണ്ടായിരുന്നു. അത് വേണോ ഇത് വേണോ എന്നെല്ലാം അറിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ദുബായ് ഐലാൻഡ് ബീച്ചിലെത്തി. അവിടെ എത്തിയിട്ട് കുറച്ചിങ്ങനെ നടക്കുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾക്കൊരു ബഗ്ഗി കിട്ടി. അപ്പോൾ അതും ബ്രദർ ഒരു മലയാളിയായിരുന്നു. അപ്പോൾ എന്തായാലും അവരോട് അറിഞ്ഞ് നമ്മളൊന്ന് ജസ്റ്റ് റൗണ്ട് എടുത്തിട്ടോ. ഒരു റൗണ്ടല്ല, താങ്ക് യു സോ മച്ച് ബ്രോ. ഓനൊരു 3 rounds എടുത്താവും നമ്മൾ. നല്ല ഉണ്ടായിരുന്നു. ആ ഒരു നല്ല ക്ലൈമറ്റും നല്ലൊരു കാറ്റും അങ്ങനെ കൊണ്ടിട്ട് പോകുമ്പോൾ നല്ല പാണ്ടായിരുന്നു. പൊക്കിയിൽ അങ്ങ് എൻജോയ് ആക്കിയിട്ട് എല്ലാവരും പോകുന്നുണ്ട്. ഞാനും സിസ്റ്റർ 2 പിള്ളേരും. അപ്പോൾ ജീജുവിനെ അതിലിടയിൽ കണ്ടമ്മ ഹായ് എല്ലാം ആക്കിയിട്ട് പോകുന്നില്ല. ജീജു പിന്നെ വാഷ്റൂമിലെല്ലാം പോയിട്ട് നമാസെല്ലാം ആക്കിയിട്ട് അങ്ങനെ എല്ലാം ആക്കുന്നുണ്ടായിരുന്നു. ഓള് പിന്നെ പർദ്ദ ഇട്ടിട്ടുണ്ടായിന്. നമ്മൾ 2 ഒരുപോലത്തെ ഔട്ട്ഫിറ്റാണ് ഇട്ടിട്ടുണ്ടായത്. അത് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോയത്. അപ്പോൾ ഫോട്ടോസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. എന്തെങ്കിലും മാഷാ അല്ലാഹ് നല്ലൊരു ഡേ ആയിരുന്നു.
പിന്നെ നമുക്ക് നമ്മൾ ഓൺ സിസ്റ്റേഴ്സിൻ്റെയൊക്കെയും ഫാമിലീനെ അങ്ങനെ ഇങ്ങനെയല്ലോ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ആക്കുമ്പോൾ ടൈം പോകുന്നതും അറിയില്ല. അങ്ങനെ ആയിട്ടുള്ള ഒരിതല്ല. അപ്പോൾ ഇത് ഞാൻ പിന്നെയും ബൊഗയിൽ പോകുമ്പോൾ തന്നെ എടുത്തിട്ടുള്ളത്. എനിക്കില്ലേ ഈ ദുബൈയിൽ ഈ നൈറ്റ് വ്യൂ കാണാൻ എന്തോ ഒരു ചെയ്യൽ, ആ ലൈറ്റ്നിങ്സും ഈവൻ റോഡ് പോലും എന്തോ ഒരു എന്താ ഒരു പറയുക ഒരു സ്പെഷ്യൽ നല്ല ചെയ്യലുണ്ട് അങ്ങനെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ കുറേ ഓപ്ഷൻസ് ആണ്. ജിജു എവിടെ പോകണം എന്തായിട്ട് നമ്മൾ പിന്നെ അവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാനായിട്ട്. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു സൂപ്പ് കിട്ടിയിട്ടുണ്ടായിന്. ഓൾ ഉറങ്ങിയിട്ട് എണിച്ചത് എൻ്റെ മോള്, അതുകൊണ്ട് അവളെ കരച്ചിൽ. അങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു സൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൂപ്പും കുടിച്ച് പിന്നെ അന്ന് അവിടെ ഉള്ളത് ആവോലി പൊളിച്ചതാണ് അങ്ങനെ എന്തോ. അപ്പം അതും എടുത്ത് പിന്നെ ഷേരിയാൻ്റെ ആവോലി 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആവോലി പൊള്ളിച്ചത് എടുത്ത്. പൊറോട്ട നെയ്പ്പത്തിൽ ആവോലി പൊള്ളിച്ചത് ഓക്കെ ഇറ്റ്സ് നോട്ട് ടു ബാഡ് ഓർ ടു ഗുഡ്. എടുത്ത് പറയാനായിട്ടൊന്നുമില്ല ആവോലി പൊള്ളിച്ചത് അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ട്. ടേസ്റ്റ് വൈസ് നോട്ട് ടു ബാഡ് ഓൾസോ. അതെങ്കിൽ കാണാൻ നല്ല ചെയ്യലുണ്ടായിന്. പിന്നെ ഓരോ സെർവിങ്ങും ഇതെല്ലാം നല്ല ചെയ്യലുണ്ടായിന്. പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ആക്കിയത്ര ടേസ്റ്റൊന്നും അതിനുണ്ടായിട്ട്. അങ്ങനെ ആ ഫുഡും കഴിച്ചിട്ട് പിന്നെ ബാക്ക് ടു കറാമ റൂമിലെത്തി. വരുന്ന വേളി നമ്മൾ നെക്സ്റ്റ് വീക്കെൻഡ് ഡിസ്കസ് ചെയ്തിട്ട് വരുന്നുണ്ടായി, എവിടെ പോകുന്നത് അങ്ങനെയെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് വരുന്നുണ്ടായത്. അപ്പോൾ കറാമെത്താനായി, റൂമിലെത്താനായി. ഓർ ജസ്റ്റ് ഒന്ന് റൂമെല്ലാം വിസിറ്റ് ആക്കിയിട്ട് ഒരു ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് പോയി. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ ബൈ, ടേക്ക് കെയർ.